ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സബാൻ. അപ്പോൾ നമ്മൾ മീനെ കാണിക്കാമെന്ന് പറഞ്ഞത് ചുമ്മാ അല്ല, നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ചാള മീനെ പിടിക്കാൻ വന്നതാണ് ഗൈസ്. ചായോ ഇരുട്ടാണ്, കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മളെ 3 പേരുണ്ട്. ഇവിടെ ഞാൻ നിൽക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ഗൈസ്, ഇവിടെ നിന്നാൽ മറിഞ്ഞു വീഴും. അപ്പോൾ ഇരിക്കാം. നിങ്ങൾ വിചാരിക്കും അന്നൊരു വീഡിയോ ഇട്ടിട്ട് ബാക്കി മീൻ കിട്ടുന്നതൊന്നും കാണിക്കുന്നില്ലോ, കടലിൽ പോകുന്ന മാത്രമല്ല കാണിച്ചോളൂ. ഇത് പറയാനൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അത് വീഡിയോ വഴി കാണിക്കാത്തത്. നോക്കട്ടെ, ഇന്നലെ കിട്ടിയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, നല്ല പണിയെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും മീൻ കിട്ടണമെന്നില്ല. കിട്ടും, കുറച്ച് ചിലപ്പോൾ കിട്ടും, ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ കടൽ വിശാലം അനന്തമായി കിടക്കില്ലേ, കിട്ടുമ്പോൾ കാണിച്ചു തരാണേ കേട്ടാ. വാ, കൊട്ടിട് മഴ പെയ്യാൻ പോതേ. മീൻ ചാടുന്നു. ആ ശാലം പിടിച്ചു നോക്കച്ചാ. മീൻ ചാടുന്നുണ്ട, ചാള ചാടുന്നുണ്ട. ചാടിപ്പോയണ്ട, ഇവിടെ എല്ലാം ചാടുന്നുണ്ട്. ചാടുന്നുണ്ട. ഇതാണ് ചാള, കളിച്ചാള. എന്താ ആശാന സിനിമയിലെടുത്തേ. പറക്കിയിട് ധൈര്യമായിട്ട് പറക്കിയിട്. ഈ കാണുന്ന ലൈറ്റ് വെട്ടതെല്ലാം വള്ളങ്ങളാണ് ഗൈസ്. നിങ്ങൾ വിശ്വസിക്കൂ, പറഞ്ഞാൽ വിശ്വസിക്കൂ. ഇതെല്ലാം കരയല്ല, കരയ്ക്ക് കാണുന്ന വെട്ടങ്ങളല്ല, കടലിനകത്ത് കാണുന്ന വെട്ടങ്ങളാണ്. ചുറ്റിലും അത് കരയാണ് കേട്ടോ. ആ കര കാണുന്നത്, അത് കാണുന്ന ഇത്രയും കാണുന്ന കരയാണ്. ഇങ്ങോട്ട് കാണുന്ന മൊത്തം വള്ളം, ഇതെല്ലാം വള്ളമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കര. അത്രയും കണക്ക് ചാടിയ കണക്കുള്ള മീനൊന്നും ഇല്ല, എങ്കിലും കുറച്ച് മീനുണ്ട്. ഒരു 2-2.5 കൊട്ട മീനുണ്ട്. പക്ഷെ ചാള ഇത്രയും കൂടെ ചാടി തന്നപ്പോൾ ഒരു 10-15 കൊട്ട മീൻ കാണുമെന്നാണ് പ്രതീക്ഷിച്ചത് എല്ലാവരും. പക്ഷെ അത്രയില്ല. പിന്നെ ഇത്രയും വലിച്ചു കയറ്റി നമ്മൾ കരയ്ക്കുന്ന മഴ പെയ്ത്, അതുകൊണ്ട് നമുക്ക് ആ ലേലം വിളിക്കുന്ന വീഡിയോസൊന്നും ഫോണിനകത്ത് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫോൺ എടുത്ത് ഞാൻ അകത്ത് വെച്ച്. എല്ലാവരും കോട്ടൊക്കെ ഇട്ട് കരയ്ക്കെത്തി വെള്ളം. അപ്പോഴത്തേക്ക് എല്ലാവരും കോട്ടൊക്കെ ഇട്ട് ചെറുതായിട്ട് മഴ ചാറ്റൊക്കെ ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ മഴയും പെയ്തായിരുന്നു കേട്ടോ. എല്ലാവരും വെള്ളമൊക്കെ അടുത്ത്
പട മീനുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ന് വെച്ചാൽ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വലയിൽ നിന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലേലത്തിന് കൊണ്ട് കൊടുക്കുക എന്നാണ്. അതായത് ഈ ബക്കറ്റല്ല കൊട്ട ഉണ്ടാകും, മഞ്ഞയും അല്ല നീലയും ചുവപ്പും. അപ്പോൾ അതിനകത്ത് കൊട്ടയ്ക്കകത്താക്കി കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കൊട്ടയ്ക്ക് 5000 രൂപയൊക്കെ വിളി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് കേട്ടോ.